ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റിനെ കുറിച്ചാണ്. ഇയാൽ സാമിർ എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, IDF-ന്റെ ചീഫായിട്ട് ചുമതലയേറ്റിരിക്കുകയാണ്. ചുമതലയേറ്റ ഉടനെ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഒരു ബാക്കിയിരിക്കുന്ന ഈ ഒരു ബന്ദികളെയും കൂടെ ഞാൻ വീട്ടിലോട്ട് എത്തിക്കും എന്നുള്ള രീതിയിൽ ഈ ബന്ദികളുടെ ഫാമിലിക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഏത് രീതിയിൽ എത്തിക്കും നമുക്കറിയത്തില്ല. ഇതൊക്കെ എല്ലാവരും പദവിയിൽ കയറുമ്പോൾ ഇതൊക്കെ പറയുന്നത് തന്നെ ആശ്വാസവാക്കുകളായിട്ട്. എന്തായാലും പുള്ളിക്കാരൻ എന്താണ് ഇപ്പോൾ അതിനകത്ത് എഫിഷ്യന്റ് ആയിട്ട് കാണിക്കാൻ പോകുന്നുള്ളത് നമുക്കറിയത്തില്ല. എന്നാലും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് പുള്ളി എങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പോകുന്നുള്ളത്. ഇറാൻ കുറച്ച് ഒബ്സർവേഷൻസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഒബ്സർവേഷൻസ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ്. അതായത് ഇസ്രായേൽ B-2 ബോംബറുമായിട്ട് F-35 കൊണ്ട് പല രീതിയിലുള്ള പ്രാക്ടീസുകൾ നടത്തുന്നുണ്ട്, പല ട്രെയിനിങ് സെഷൻസ് നടത്തുന്നുണ്ട്. അത് ഇറാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, ഇറാനെ അത് ഡിസ്റ്റർബ് ചെയ്തിട്ടുമുണ്ട്. ഈ ഒരു ട്രെയിനിങ് എന്തുകൊണ്ടാണ് അവർ ട്രെയിനിങ് നടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചോദ്യം ഇറാന്റെ ഉള്ളിൽ ഉയരുന്നുണ്ടെന്നുള്ളതാണ്. അത് അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അതിലുപരിയായിട്ട് മാർക്കോ റൂബിയോ $3 ബില്യൺ വർത്ത് വരുന്ന ആയുധങ്ങൾ ഇസ്രായേലിന് കൊടുത്തു. ഗാസയിൽ ആക്രമണം നടത്താനാണെങ്കിൽ ഓക്കെ, $3 ബില്യൺ വർത്ത് വരുന്ന ആയുധങ്ങൾ ഇതിനു മുമ്പ് തടഞ്ഞു വെച്ചിരുന്നു ബൈഡൻ സർക്കാർ. അപ്പൊ അത് ഇപ്പം പുതിയ സർക്കാർ വന്നപ്പോൾ കൊടുത്തു, അത് ഓക്കെ, അത് അക്സെപ്റ്റഡ് ആണ്. പിന്നെ ഒരു 4 ബില്യന്റെ ആയുധങ്ങൾ കൂടി വീണ്ടും ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 4 ബില്യന്റെ ആയുധങ്ങൾ എന്തുകൊണ്ട് ഇറക്കി എന്നുള്ളതിനെ കുറിച്ച് ഇറാന് ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അത് ഇറാനെ എയിം ചെയ്തിട്ടാണോ എന്നുള്ള ഒരു ഡൗട്ട് ഇറാനുണ്ട് എന്നുള്ളതാണ്. അത് രണ്ടാമത്തെ പോയിന്റ്. പിന്നെ ഇസ്രായേൽ ഗഡ്സും പീറ്റെ ഹെഗ്സത്തും കൂടെ സംസാരിച്ചിട്ടുണ്ട്. പീറ്റെ ഹെഗ്സ എന്ന് പറയുന്നത് ഡിഫൻസ് മിനിസ്റ്ററാണ്, അമേരിക്കയുടെ പെന്റഗൺ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. അപ്പൊ ആ രീതിയിൽ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവരെന്താണ് ഡിസ്കസ് ചെയ്തത്, എന്തിനെ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. പക്ഷെ ഈ വക വിഷയങ്ങളൊക്കെ നടക്കുന്നത് ഈ വക വിഷയങ്ങളൊക്കെ ഒന്ന് കോർത്തിണക്കി നോക്കുമ്പോഴത്തേക്കും ഇറാൻ ഒരു ചെറിയ ഉൾവിളി, ഇത് ഇറാനെതിരെയുള്ള പണിയാണോ എന്നുള്ളൊരു ഉൾവിളി, ആ രീതിയിലാണ് ഇറാന്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു വാർത്ത വരുന്നത്. അതുപോലെ ഈ പെസസ്കിയാൻ ഈ പദവിയിൽ കയറിയപ്പോഴത്തേക്കും പ്രസിഡന്റായിട്ട് വോട്ടിട്ട ആൾക്കാർ പെസസ്കിയാനെ വിജയിപ്പിച്ച് വിട്ടത്, പെസസ്കിയാൻ ഒരു ലിബറൽ ചിന്താഗതിയുള്ള ഒരാളായിരിക്കും എന്നുള്ളതിനെ ചൊല്ലിയാണ് വിട്ടത്. പക്ഷേ പെസസ്കിയാൻ എപ്പോഴൊക്കെ സംസാരിക്കുന്നോ അപ്പോഴൊക്കെ ലിബറലിസം കൂടുതൽ സംസാരിക്കുകയും, പക്ഷെ പ്രവൃത്തിയിൽ ഒരു രീതിയിലും ലിബറലിസം കാണിക്കാത്ത ഒരു വ്യക്തിയായിട്ടാണ് ഇതുവരെ ഇറാനിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ തന്നെ പറയാണ്, ഒന്നെങ്കിൽ നീ ആയിട്ടിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പദവിയിൽ നിന്ന് ഇറങ്ങിപ്പോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറ്റുമെങ്കിൽ തുടരുക, എന്താണോ നിന്റെ നിലപാട് അതിനനുസരിച്ച് തുടരുക, ഇല്ലാന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു തീവ്ര മത നിലപാടുള്ള ഈ ഒരു ഭരണകൂടം പറയുന്ന കണക്ക് കേട്ട് പ്രവർത്തിക്കാനാണെന്നുണ്ടെങ്കിൽ നീ റിസൈൻ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു നിലപാടാണ് പൊതുജനങ്ങൾക്ക് വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അവരിപ്പോ ഇയാളെ വെറുത്തിരിക്കുകയാണ്. ട്രംപ് ഖമനേയിക്ക് ഒരു കത്ത് അയച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ന്യൂക്ലിയർ ഡീലിൽ വന്ന് സൈൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിന് ഒരു പുരോഗതി ഉണ്ടാവില്ല. ഇതൊരു ലാസ്റ്റ് വാർണിംഗ് ആയിട്ട് കരുതിക്കൊണ്ട് ഈ ലെറ്ററിനെ കരുതുക. കാരണം നമ്മൾ തമ്മിൽ മീഡിയേഷൻ ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഒരിക്കലും മുന്നോട്ട് വരും എന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. അപ്പൊ അതുകൊണ്ട് ഇറാന്റെ നിലപാട് ഇങ്ങനെ ആയിരിക്കെ അമേരിക്കയുമായിട്ടൊരു നെഗോസിയേഷൻ ഡയറക്റ്റ് ആയിട്ട് നടക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്നാലും പുടിൻ ഇറാന്റെ ഖമനേയെ കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡേറ്റ് മാത്രം പ്രപ്പോസ് ചെയ്തിട്ടില്ല, പക്ഷെ ഈ ഒരു വിഷയം അണിയറയിൽ നടക്കുന്നുണ്ട്. ഞാൻ പോയി ഒരു ഫസ്റ്റ് റൗണ്ട് ടോക്ക് ചെയ്യാം എന്നുള്ളൊരു സമ്മതം പുടിൻ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തായാലും ട്രംപ് ഓൾറെഡി തന്നെ ഒരു ഓപ്പൺ കത്ത് എഴുതിയിട്ടുണ്ട്. ആ കത്ത് ഖമനേയിക്ക് എത്തിയിട്ടുമുണ്ട്. അപ്പൊ ഖമനേയി അത് വായിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു രീതിയിലുള്ള ഒരു പോസിറ്റീവ് നോട്ടും ഖമനേയി കൊടുത്തിട്ടില്ല. അതിനിപ്പോ ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ട് വല്ല ബാക്ക് ഡോറിൽ ചർച്ചയ്ക്ക് വല്ലതും തയ്യാറാകുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ന്യൂക്ലിയർ ഡീലിന് തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ മിലിറ്ററി ഓപ്പറേഷൻ നടത്തും എന്നും കൂടെ ട്രംപ് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. പക്ഷെ ഈ ഒരു പ്രഷർ പോളിസി ഇങ്ങനെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നെഗോഷിയേഷൻ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം ഇറാൻ ഉയർത്തുന്നുണ്ട്. പക്ഷെ ഇതേ സെയിം ചോദ്യം അവർ മാസങ്ങളായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇറാന്റെ പ്രശ്നം. പിന്നെ ഈ ബന്ദികൾ, ഇതിനു മുമ്പ് റിലീസ് ചെയ്യപ്പെട്ട ഈ ബന്ദികളെല്ലാം കൂടെ നെതന്യാഹുവിനെ കണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു സെക്കൻഡ് ഫേസ് സീസ് ഫയർ ഡീൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ജീവനോടെയുള്ള എത്ര ആൾക്കാരുണ്ടോ നമുക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെ കൺഫേം ആയിട്ട് അറിയാത്ത സ്ഥിതിക്ക് ചിലപ്പോൾ ഒരുപാട് കൂടുതൽ ആൾക്കാർ ജീവനോടെ ഉണ്ടെങ്കിലോ, അപ്പൊ അവരെയൊക്കെ എത്രയും വേഗം നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാമല്ലോ. കാരണം ടൈം വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു പോസിറ്റീവ് തീരുമാനം എടുക്കണം എന്നുള്ളത് നെതന്യാഹുവിന്റെ കാല് പിടിച്ചില്ലെന്നേ ഉള്ളൂ. ആ രീതിയിൽ ഈ ഒരു റിലീസായി വന്ന ബന്ദികൾ ഡയറക്റ്റ് ആയിട്ട് നെതന്യാഹുവിനെ കണ്ട് സംസാരിച്ചിരിക്കുകയാണ്. ഇനി എന്തെങ്കിലുമൊക്കെ മനമാറ്റം വരുമോ എന്നുള്ളത് ഇനി കണ്ടറിയണം. ഡാനിയൽ ഹഗാരി എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സ്പോക്സ് പേഴ്സൺ ആണ്. ഡാനിയൽ ഹഗാരിക്ക് റിട്ടയർമെന്റ് ആയി എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇസ്രായേലിന്റെ എയർഫോഴ്സ് ഗാസയ്ക്കുള്ളിൽ നോർത്തേൺ ഗാസ ഭാഗത്ത് ഒരു ആക്രമണം, എയർ സ്ട്രൈക്ക് തന്നെയാണ് ചെയ്തതിന് പ്രത്യേക കാരണമുണ്ട്. കാരണമില്ലാതെ ജസ്റ്റ് ഈ ഒരു വെടിനിർത്തൽ കരാറുമായിട്ട് ബന്ധപ്പെട്ടല്ല പോയി ചെയ്തത്. അവിടെ ഒരു ക്രൈം, ഒരു ഇല്ലീഗൽ നോട്ടീസ് ചെയ്തത് കൊണ്ടാണ് അവിടെ അറ്റാക്ക് ചെയ്തത്. ആ ഇല്ലീഗൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ ബഫർ സോൺ ആയിട്ട് കുറച്ച് ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ബഫർ സോണിന്റെ ഭാഗത്താണ് ഇസ്രായേലിന്റെ IDF ഫോഴ്സ് നിൽക്കുന്നത്. അവർ മാറി നിൽക്കുകയാണ്, സൈഡിൽ ബഫർ സോണിലാണ് അവർ തമ്പടിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ബഫർ സോണിന്റെ ഭാഗത്ത് ഈ ലാൻഡ് മൈൻ
ലാൻഡ് മൈൻ ഇല്ലേ, ഈ ലാൻഡ് മൈൻ കൊണ്ട് അവിടെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് പോയി. അതേപോലെ അത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനമാണ് അത്, അല്ലാതെ അതൊരു ഫാക്ടറി മെയ്ഡ് അല്ല, ലോക്കൽ മെയ്ഡ് പ്രോഡക്റ്റ് ആണ്. ഇത് അവിടെ കൊണ്ട് കുഴിച്ചിടുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. കുഴിച്ചിടുന്നത് കണ്ടുകൊണ്ടിരുന്ന IDF ഉദ്യോഗസ്ഥർ അവര് ലോങ് സൈറ്റിൽ തന്നെ അതിനെ മോണിറ്റർ ചെയ്തിട്ട് അപ്പൊ തന്നെ അവര് ഇസ്രായേലി ഫോഴ്സിനെ ഇൻഫോം ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അത് ഇൻഫോം ചെയ്ത് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പിന്നെ ഫൈറ്റർ ജെറ്റ് വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഫൈറ്റർ ജെറ്റിൽ നിന്ന് തുരുതര അവിടെ അടിച്ച് ആ സൈഡിൽ ആ മൈൻ കുഴിച്ചിടാൻ പോയ അത്രയും പേരെയും തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അത്രയും പേരും കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ ഇതിനെ ഹമാസ് ഒരു സീസ് ഫയർ വയലേഷൻ ആയിട്ടാണ് കരുതുന്നത്. അപ്പൊ ഇതുപോലെ പോക്കൃത്തങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യും. കാരണം സീസ് ഫയർ എന്നുള്ളത് ഇസ്രായേൽ സ്വമേധയാ തന്നിരിക്കുന്ന ഒരു പ്രിവിലേജ് ആണ്. അപ്പൊ ആ പ്രിവിലേജിനെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ വീണ്ടും ആക്രമണം വിളിച്ച് ക്ഷണിച്ചു വരുത്തുന്ന ഒരു അവസ്ഥയാണ് ഹമാസ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കുറെ ഹമാസിന്റെ തീവ്രവാദികൾ മരിച്ചു വീണിട്ടുണ്ട്. എത്രയാണ് ഏതാണെന്നൊന്നും പുറത്തു വന്നിട്ടില്ല. നാളെ അറിയാൻ പറ്റും നമ്പേഴ്സ് ഒക്കെ. പിന്നെ ഇരവാദം കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് കാണാം. നാളെ വേണമെങ്കിൽ നമുക്ക് വാർത്തയിൽ വായിക്കാൻ കഴിയും, കളിച്ചുകൊണ്ടിരുന്ന കൊച്ചു കുട്ടികളുടെ മേളിലാണ് ഇസ്രായേൽ എയർ സ്ട്രൈക്ക് നടത്തിയതെന്ന് ചിലപ്പം വാർത്തകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇസ്രായേലിന്റെ ഉള്ളിൽ ഒരു സെക്യൂരിറ്റി ക്യാബിനറ്റ് മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സെക്യൂരിറ്റി ക്യാബിനറ്റ് മീറ്റിംഗിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് ചർച്ച ചെയ്യപ്പെട്ടത്. അതായത് ഈ കെയ്റോയില് അറബ് ലീഗിന്റെ മീറ്റിംഗും ഈ ഒരു UN-ന്റെ റെപ്രസെന്റേറ്റീവ് ഒക്കെ പോയിട്ട് ഈ ഗാസയിൽ റീകൺസ്ട്രക്ഷൻ പ്ലാനൊക്കെ തട്ടിക്കൂട്ടി അവിടെ സംസാരിച്ച് ഉറപ്പുവരുത്തിയിട്ട് വന്നല്ലോ, ഈ ട്രംപിന്റെ പ്ലാൻ ഒന്നും അക്സെപ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനെ ഗണ്ണിക്കുന്ന രീതിയിലാണ് ഇസ്രായേലിൽ ഈ ഒരു മീറ്റിംഗ് അവർ സംഘടിപ്പിച്ചത്. ഇതിനകത്ത് വളരെ ശക്തമായിട്ടുള്ള ചില നിലപാടുകൾ, അതായത് ഈ ചർച്ചയുടെ തലക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളണ്ടറി റീലൊക്കേഷൻസ് ഓഫ് ഗാസൻസ്, ഇതാണ് അതിന്റെ ഒരു ചർച്ചയുടെ തലക്കെട്ട്. ഈ ഒരു തലക്കെട്ടിലാണ് ഡിസ്കഷൻസ് ഫുൾ ആൻഡ് ഫുൾ നടന്നത്. എങ്ങനെ യുവമാരെ ഗാസയിൽ നിന്ന് പുറത്താക്കാം, ഇതിനെക്കുറിച്ചുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന രീതിയിലുള്ള ചർച്ചകളാണ് അവിടെ പുരോഗമിക്കുന്നത്. സിറിയയ്ക്കുള്ളിൽ നിരന്തരം ആക്രമണങ്ങളാണ്. ഈ ഒരു അൽസാറ എന്ന് പറഞ്ഞ ഈ ഒരു ഭരണാധികാരി, ഈ ഒരു HTS ശരിക്കും വൈരാഗ്യം വെച്ച് ആൾക്കാരെ, പൊതുജനങ്ങളെ നിരന്തരം ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അലാവിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് വധിക്കുന്ന അവസ്ഥയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ക്രൂരതയോട് ക്രൂരത. ഈ തീവ്രവാദം അവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ അറബ് കമ്മ്യൂണിറ്റീസിനൊന്നും ഇതൊരു വിഷയമേ അല്ല എന്നുള്ളതാണ്. ജോർദാൻ രാജാവ് ആയിക്കോട്ടെ, പല ആൾക്കാരും ആയിക്കോട്ടെ, ഈ ഒരു ജൊലാനിയുമായിട്ട് പോയി ഭയങ്കര രീതിയിലുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെയാണ് നടത്തുന്നത്. ഈ ജൊലാനിക്കാണെങ്കിൽ അത്ര വലിയ മെജോറിറ്റി ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ SDF-നാണ് ഇതിനേക്കാളും ഡോമിനേഷൻ ഉള്ളത്. ഈ SDF-ന്റെ ലീഡറും കാര്യങ്ങളും എല്ലാവരും തന്നെ തീവ്രവാദികളായതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ പൊതുവിൽ അവിടെ സപ്പോർട്ട് ഉള്ളത് SDF-നാണ്. ശരിക്കും ഡോമിനേഷൻ ഉള്ളത് SDF-നാണ്. ഏറ്റവും കൂടുതൽ സ്ഥലം കൈക്കലാക്കി വെച്ചിരിക്കുന്നത് ഈ SDF-കാരാണ്. പക്ഷേ ഈ ഒരു HTS എന്ന് പറയുന്നത് ഈ ഒരു തലസ്ഥാന നഗരം പിടിച്ചെടുത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു HTS ഇങ്ങനെ തലപ്പത്തിരിക്കുന്നത്. പക്ഷേ ഇവരാണെങ്കിൽ തെരഞ്ഞു പിടിച്ച് ഈ ഒരു തീവ്രവാദം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഈ തീവ്രവാദം ആയതുകൊണ്ടാണല്ലോ ഈ ഒരു അലാവിറ്റ് സെപ്പറേറ്റ് ഗോത്രക്കാരനെ കാണുമ്പോഴത്തേക്കും, ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള റിലീജിയനെ കാണുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ വേറൊരു സെക്ടേറിയനെ കാണുമ്പോഴത്തേക്കും ഈ കൊലപാതകം ചെയ്യണം തോന്നുന്നത്. അപ്പൊ അത് തികച്ചും തീവ്രവാദപരമാണ്. പിന്നെ അവസാനം ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത് 4 ദിവസം ടൈം തന്നിട്ടുണ്ട് ഇസ്രായേലിന്. ഈ ഹൂത്തികള് 4 ദിവസം സമയം കൊടുത്തിട്ടുണ്ട് ഇസ്രായേലിന്. എന്തിനാണെന്ന് പറഞ്ഞാല്, അതായത് 4 ദിവസത്തിനുള്ളിൽ ഈ ഒരു ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു എയ്ഡ് ട്രക്കുകളൊക്കെ ഗാസയ്ക്കുള്ളിൽ കടത്തി വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ മേളിലും ആക്രമണം നടത്തും. അതുപോലെ തന്നെ ഈ റെഡ് സീയിലൂടെ, ഈ സൂയസ് കനാലിലൂടെ കടന്നു പോകുന്ന, റെഡ് സീയിൽ പാസ് ചെയ്ത് പോകുന്ന ഈ മെർച്ചന്റ് ഷിപ്പുകളെ ആക്രമിച്ച് തുടങ്ങും എന്നുള്ള ഒരു സൂചനയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഹൂത്തികളാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മിഡിൽ ഈസ്റ്റിലെ സിറ്റുവേഷൻസ് വീണ്ടും കുറച്ചുകൂടെ ഹയർ ലെവലിൽ എസ്കലേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഈ അറബ് രാജ്യങ്ങളെല്ലാം വേറൊരു ചേരിയിൽ, US ഇസ്രായേൽ വേറൊരു സൈഡിൽ, ഗാസയ്ക്കുള്ളിൽ ഒരു തീരുമാനമാകാതെ ഹമാസ് ഇങ്ങനെ കിടന്നലഞ്ഞിരിക്കുന്നു. ഈ ബന്ദികളാണെങ്കിൽ ഇങ്ങനെ ഒരു സൈഡിൽ പിടിക്കപ്പെട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ബന്ദികളാണെങ്കിൽ ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ബന്ദികൾ ഇതുവരെ റിലീസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള യാതൊരു രീതിയിലുള്ള ഡിസ്കഷൻസ് മുന്നോട്ട് പോകുന്നില്ല. സീസ് ഫയർ ആണെങ്കിൽ ഹാൾട്ടായി അവിടെ കിടക്കുകയാണ്. ഇതിൽ ഗാസയ്ക്കുള്ളിലുള്ള ജനങ്ങൾക്കാണെങ്കിൽ അവിടെ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള ട്രക്കുകളും വെള്ളവും ഒന്നും തന്നെ പോകുന്നില്ല. പവർ കട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്. സിറ്റുവേഷൻ കുറച്ചുകൂടെ വൾനറബിൾ ആണ്. അപ്പൊ അത് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന മുറയ്ക്ക് വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.